ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையேற்றோடும் மாற்றுவன பரே ആട്ടവുമാമേ. തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. ആ അധ്യായത്തിൻ്റെ പേര് ഭുവനാപതി ചക്രം എന്നാണ്. 4-ാം തന്ത്രത്തിലെ ഏറെക്കുറെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രസാധനയെക്കുറിച്ച് ഇവിടെ തിരുമൂലദേവൻ വിശദമാക്കുന്നു. അതായത് തമിഴകത്ത് 1000 ആണ്ടുകൾക്ക് മുമ്പ് പ്രചാരത്തിലിരുന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനാ പദ്ധതിയാണ് ഈ ഭുവനാധിപതി ചക്രപൂജ. ഇവിടെ ഭുവനേശ്വരിയെ പൂജിക്കുന്ന ഒരു വിധാനക്രമത്തെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഈ വിദ്യ തന്നെ ശ്രീവിദ്യോപാസന എന്ന പേരിൽ തമിഴകത്തും അതേപോലെ ദക്ഷിണ ഭാരതത്തിലും വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. വൈദിക കാലം മുതൽ തന്നെ ഈ ആരാധനാ സമ്പ്രദായം, അതായത് വേദങ്ങളുടെയും ആഗമങ്ങളുടെയും കാലത്ത് തന്നെ ഈ ഭുവനേശ്വരിയെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ് വേദാഗമ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാചീനതമമായ ഈ സാധനാ പദ്ധതി ഇന്നും ഭാരതത്തിൽ അഭംഗുരം തുടർന്നു വരുന്നുണ്ട്. എന്തിനാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് വരെ ഈ ഉപാസനാ സമ്പ്രദായം നടത്തിയ മഹാരഥന്മാരെ കുറിച്ച് നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മാധവജി. ശ്രീവിദ്യോപാസനയുമായി വളരെ ബന്ധപ്പെട്ട ഒരു മഹാ ആചാര്യനാണ് മാധവജി. അദ്ദേഹവുമായി വ്യക്തിപരമായി ഈ കാര്യത്തെക്കുറിച്ച് സംഭാഷണം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ പഠിപ്പിക്കുന്ന UC കോളേജിന് തൊട്ടടുത്ത വെളിയത്ത് നാട്ടിലുള്ള തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത് മാധവജിയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കുമാരനാശൻ്റെ കവിതയെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു. കുമാരനാശൻ്റെ കവിതയിൽ നിന്ന് വെളിപ്പെടുന്ന മനോമണ്ഡലത്തെ ഡോക്ടർ CG യുങ് എന്ന വിദേശ സൈക്കോളജിസ്റ്റിൻ്റെ നിഗമനങ്ങളനുസരിച്ച് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അന്ന് ഞാൻ നടത്തിയത്. അങ്ങനെ യുങ്ങിയൻ സൈക്കോളജി വച്ചുകൊണ്ട് കുമാരനാശൻ്റെ കവിതയെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാധവജിയെ കാണാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ കുമാരനാശൻ്റെ കവിതയെക്കുറിച്ച് വെസ്റ്റേൺ സൈക്കോളജി വെച്ചുകൊണ്ട് ഗവേഷണം നടത്തുകയാണ്. പ്രത്യേകിച്ചും CG യുങ്ങിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തുകയാണ്. അങ്ങക്ക് ഇതിലെന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, താങ്കൾ ശരിക്കും ഇന്ത്യൻ സൈക്കോളജിയാണ് പിന്തുടരേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുമാരനാശന് ശ്രീവിദ്യോപാസനയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ UC കോളേജിലേക്ക് ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി, ആശാനും ശ്രീവിദ്യോപാസനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം UC കോളേജിൽ, ആലുവ UC കോളേജിലെ മലയാള സാഹിത്യ സമാജത്തിൽ ആശാനും ശ്രീവിദ്യോപാസനയും എന്ന് പറഞ്ഞൊരു പ്രഭാഷണം നടത്തി. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്,
ആശാന് ശ്രീവിദ്യോപാസനയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ്. ആശാൻ ഈ ശ്രീവിദ്യോപാസനയുമായി ബന്ധമുണ്ടാകുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണെന്നും അത് തമിഴകത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണെന്നും അദ്ദേഹം അന്ന് വളരെ വിസ്തരിച്ച് സമർത്ഥിക്കുകയുണ്ടായി ആ പ്രഭാഷണത്തിൽ. മാത്രമല്ല, വീണപൂവിലെ നീ അധിക തുങ്കപദത്തിൽ രാജ്ഞിയെ കണക്കെ ശോഭിച്ചോ എന്ന് പറയുന്ന ആ പൂവ് ഈ മഹാറാണിയാണ് എന്നും അദ്ദേഹം അതിൽ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ എൻ്റെ ഗവേഷണത്തിൻ്റെ തലങ്ങളാകെ മാറി മറിഞ്ഞു. ഞാൻ ഇന്ത്യൻ സൈക്കോളജിയെക്കുറിച്ചും ശ്രീവിദ്യയെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ സൈക്കോളജിയെക്കുറിച്ച് പഠിക്കാൻ എന്നെ സഹായിച്ചത് മാണ്ഡൂക്യോപനിഷത്തും അതോടൊപ്പം തന്നെ അരവിന്ദ മഹർഷിയുടെ ലൈഫ് ഡിവൈനുമാണ്. പിന്നെ ശാക്തേയത്തെക്കുറിച്ചും ശൈവ സിദ്ധാന്തത്തെക്കുറിച്ചും പഠിച്ചപ്പോൾ കൂടുതൽ ഉൾവെളിച്ചം ലഭിച്ചു. അങ്ങനെ ശ്രീവിദ്യയെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് സൗകര്യം മാധവജിയിൽ നിന്ന് കിട്ടി. അത് വച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഭുവനാധിപതി ചക്രത്തിലേക്ക് നോക്കൂ. കാതിമന്ത്രങ്ങൾ 5 പൊൻനിറമുള്ളതാകും, ഹകാരത്തോടുള്ളൊരാറും ചെമ്പിൻ നിറത്തോടൊക്കും, സകാരത്തോടുള്ള 4 വെണ്ണിറമുള്ളതാകും, അകാരത്തോട് ഈ 3 തൻ കാമ്യമുക്തിയെ തരും. അതായത് ഈ 15 അക്ഷരങ്ങൾ, ഈ ഷോഡശി വിദ്യ നമുക്ക്, ഈ ത്രിപുരസുന്ദരി മന്ത്രം നമുക്ക് എന്തു തരും? കാമ്യമുക്തിയെ നമുക്ക് തരുന്നതാണ്. ഏതൊക്കെ? കാതിമന്ത്രങ്ങൾ 5, പിന്നെ ഹകാരത്തോടുള്ള 6, അപ്പോൾ 6 5 11, സകാരത്തോടുള്ള 4, അപ്പോൾ 11 4 15 അക്ഷരങ്ങൾ. ഈ 15 അക്ഷരങ്ങളും പിന്നെ ബീജാക്ഷരവും ചേർന്ന 16 അക്ഷരങ്ങൾ നമുക്ക് കാമ്യമുക്തിയെ തരുമെന്നാണ് തിരുമൂലാചാര്യൻ അതിപ്രാചീന കാലത്ത് തന്നെ ആഗമങ്ങളിൽ നിന്ന് ഉള്ള ആ ദർശനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്കതിലേക്ക് കടക്കാം. നോക്കൂ, ഇതിൽ പ്രധാനമായും 10 ദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായം ഭാരതത്തിലുണ്ടായിരുന്നു. അതിന് ദശമഹാവിദ്യകൾ എന്നാണ് പറയുന്നത്. ആ 10 ദേവതകൾ ഇവരൊക്കെയാണ്: കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ചിന്നമസ്ത, ത്രിപുരാഭൈരവി, ബഗളാമുഖി, ധൂമാവതി, മാതങ്കി, കമല എന്ന 10 ദേവതകളെയാണ് നമ്മൾ ആരാധിച്ചിരുന്നത്. വളരെ ഉയർന്ന ഉപാസനാ മാർഗങ്ങളായി 10 പന്ഥാക്കളും മോക്ഷദായകങ്ങളാണ് എന്നാണ് ഭാരതീയ ജനത വേദാഗമകാലം തൊട്ട് തന്നെ വിശ്വസിച്ച് വരുന്നത്. അതിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ ശ്രീവിദ്യാ സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് ഭുവനാധിപതി ചക്രത്തിൽ തിരുമൂലദേവൻ വിശദമാക്കുന്നത്. നോക്കൂ, ഈ 10 മഹാവിദ്യകളുടെ ഇടയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് ഷോഡശി എന്നുകൂടി പേരുള്ള ശ്രീവിദ്യാ മന്ത്രം. അതിൻ്റെ ദേവത ത്രിപുര സുന്ദരി ദേവിയാണ്. അതുകൊണ്ട് പിണ്ടാണ്ഡത്തിൽ ആ മന്ത്രം സാക്ഷാൽ കുണ്ടലിനി രൂപമായി തന്നെ പരിഗണിക്കപ്പെടുന്നു. അതാണ് ഈ മന്ത്രത്തിൻ്റെ മാഹാത്മ്യം. ത്രിപുര സുന്ദരിയുടെ ചക്രമാണ് ശ്രീചക്രം. അങ്ങനെ ശ്രീവിദ്യാ മന്ത്രോപാസകൻ്റെ സാധനാപന്ഥാവാണ് ശ്രീചക്ര പൂജ. ഈ ശ്രീചക്രത്തിൻ്റെ സുന്ദരമായ വർണ്ണനയും വിശദാംശങ്ങളും ആരാധനാക്രമങ്ങളും അടുക്കുകളും എല്ലാം തന്നെ ഇന്ന് മലയാളത്തിലും നമുക്ക് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് ശ്രീചക്രം. എസ് ശങ്കരനാരായണൻ ഇത് മലയാളത്തിലേക്ക്
തർജ്ജമ ചെയ്തത് കെ കൃഷ്ണൻ നായരാണ്. ഇതിന് തന്നെ മാധവ്ജി ഒരു ആമുഖവും എഴുതിയിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. നോക്കൂ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ദേവമുഖ്യന്മാർ തന്നെ ത്രിപുരാദേവിയുടെ ആരാധകന്മാരായി പരിഗണിക്കപ്പെടുന്നു. ശ്രീചക്രത്തിൻ്റെ യഥാവിധിയായ ആരാധനാക്രമം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. അതിന് ഗുരുപദേശം വേണ്ടതാണ്. ഗുരുപദേശം കിട്ടിയാൽ മാത്രമേ ഈ ആരാധനാ സമ്പ്രദായത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നാണ് മാധവ്ജി പറയുന്നത്. അതിനുശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാവൂ എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഉപദേശം എനിക്ക് കിട്ടിയിട്ടില്ല. മാധവ്ജിയുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ആ സ്ഫുരണങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ മാധവ്ജി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ ബീജരൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി വാസ്തവത്തിൽ സകല സ്പന്ദനങ്ങളുടെയും എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന് ലളിതാ സഹസ്രനാമം ദേവിയെ കീർത്തിക്കുന്നു. ആ മുതൽ ഹാ വരെയുള്ള മൗലിക അക്ഷര സ്പന്ദനങ്ങളുടെ ആകത്തുകയായാൽ ഈ ശക്തി അഹന്താരൂപിണിയെന്നും പരാഹന്താരൂപിണിയെന്നും പ്രകീർത്തിക്കപ്പെടുന്നു. മനോവാഗിന്ദ്രിയങ്ങൾക്ക് അതീതമാണ് ആ ദേവി. വാസനാമയിയായ ആ ദേവിയുടെ സ്പന്ദന രൂപമാണ് 15 അക്ഷരങ്ങൾ അടങ്ങിയ ഈ മന്ത്രരൂപം. ആദ്യത്തെ 5 അക്ഷരങ്ങളടങ്ങിയ വാഗ്ഭവകൂടം മൂലാധാരം മുതൽ ഹൃദയസ്ഥിതമായ അനാഹത ചക്രം വരെ അഗ്നിരൂപമായും, രണ്ടാമത്തെ 6 അക്ഷരങ്ങളടങ്ങിയ കാമരാജകൂടം ഹൃദയചക്രം മുതൽ ഭ്രൂമധ്യസ്ഥമായ ആജ്ഞാചക്രം വരെ സൂര്യരൂപിയായും, മൂന്നാമത്തേതായ 4 അക്ഷരങ്ങളടങ്ങിയ ശക്തികൂടം ആജ്ഞ മുതൽ ശിരസ്ഥിതമായ ബ്രഹ്മരന്ധ്രം വരെയും ചന്ദ്രധവളിമയാർന്നും നീണ്ടു കിടക്കുന്നുവെന്നാണ് ഈ മന്ത്രത്തിൻ്റെ സൂക്ഷ്മരൂപം വർണ്ണിച്ചുകൊണ്ട് വരിവസ്യ രഹസ്യം എന്ന ഗ്രന്ഥത്തിൽ ഭാസ്കരരായർ പറയുന്നത്. അപ്പോൾ ഭാസ്കരരായരുടെ വരിവസ്യ രഹസ്യത്തിൽ നിന്നുള്ള ആ സൂക്ഷ്മ അർത്ഥങ്ങളാണ് ഇവിടെ മാധവ്ജി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തെ 5 അക്ഷരങ്ങൾ വാഗ്ഭവകൂടമാണ്. ഇത് മൂലാധാരം മുതൽ ഹൃദയം വരെ സ്ഥിതി ചെയ്യുന്നു. അതായത് അനാഹത ചക്രം വരെ അഗ്നിരൂപമായി സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ 6 അക്ഷരങ്ങൾ അടങ്ങിയ കാമരാജകൂടം ഹൃദയചക്രം മുതൽ ഭൂമധ്യസ്ഥനമായ ആജ്ഞാചക്രം വരെ സൂര്യരൂപിയായി സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ 4 അക്ഷരങ്ങൾ അടങ്ങിയ ശക്തികൂടം ആജ്ഞ മുതൽ ശിരസ്ഥിതമായ ബ്രഹ്മരന്ധ്രം വരെയും ചന്ദ്രധവളിമയാർന്നും നീണ്ടു കിടക്കുകയാണെന്നാണ് വരിവസ്യ രഹസ്യത്തിൻ്റെ കർത്താവായ ഭാസ്കരരായർ വിവരിക്കുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് മാധവ്ജി ഈ ശ്രീചക്രത്തിന് ഒരവതാരിക എഴുതിയിരിക്കുന്നത്. നമുക്കിനി തിരുമൂല ദേവനിലേക്ക് കിടക്കാം. കാതി മന്ത്രങ്ങൾ 5 പൊന്നിറമുള്ളതാണ്. അതായത് ആദ്യത്തെ 5 അക്ഷരങ്ങൾ, അതായത് വാഗ്ഭവകൂടം. ഈ വാഗ്ഭവകൂടത്തിലെ അക്ഷരങ്ങൾ 5 അക്ഷരങ്ങളാണ്. അത് പൊന്നിറമുള്ളതാണ്. ഏതൊക്കെയാണത്? ക, എ, ഇ, ല, റി. ഈ 5 അക്ഷരങ്ങൾ വാഗ്ഭവകൂടം എന്ന മൂലാധാരം മുതൽ അനാഹതം വരെയുള്ള ചക്രങ്ങളിൽ അഗ്നിരൂപിയായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗം ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഹൃദയസ്ഥിതമായ അനാഹത ചക്രം വരെ അഗ്നിരൂപിയായി ഉയർന്നു പൊങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം.
ഇനി രണ്ടാമത്തെ ഭാഗം ഹകാരത്തോടുള്ള ആറും ചെമ്പിൻ നിറത്തോടൊടുക്കും. രണ്ടാമത്തേത് ഹകാരമെന്ന ആദ്യ അക്ഷരം തുടങ്ങുന്ന 6 അക്ഷരങ്ങളാണ്. നോക്കൂ, ആ രണ്ടാമത്തെ 6 അക്ഷരങ്ങളടങ്ങിയ കാമരാജകൂടം ഹൃദയചക്രം മുതൽ ഭ്രൂമധ്യസ്ഥമായ ആജ്ഞാചക്രം വരെ സൂര്യരൂപിയായും ഇരിക്കുന്നു. അത് ഹ സ ഹ ക ല ഹ്രീ, ഇതാണ് ആ അക്ഷരങ്ങൾ. പിന്നെ ഈ മൂന്നാമത്തെ കൂടം, അത് ശക്തികൂടം എന്ന പേരിലറിയുന്ന മൂന്നാമത്തേതായ ഭാഗം, അത് 4 അക്ഷരങ്ങളാണ്. ആ 4 അക്ഷരങ്ങൾ ആജ്ഞ മുതൽ ശിരസ്ഥിതമായ ബ്രഹ്മരന്ധ്രം വരെ ചന്ദ്രധൗളിമയാർന്നും നീണ്ടുകിടക്കുന്നു. ആ 4 അക്ഷരങ്ങൾ സകല ഹ്രീം എന്നാണ്. അങ്ങനെ 3 കൂടങ്ങൾ, വാഗ്ഭവകൂടം, കാമരാജകൂടം, അതേപോലെ ശക്തികൂടം എന്നീ 3 കൂടങ്ങളിലൂടെ ശരീരത്തിലെ ഭാഗങ്ങളാണ്. മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിൽ ചന്ദ്രധൗളിമയാർന്ന് ഒന്നിക്കുന്ന കാഴ്ച നാം ഇവിടെ കാണുന്നു. ഇതാണ് ആദ്യത്തെ 4 വരികളിലുള്ള അക്ഷരങ്ങൾ, അർത്ഥങ്ങൾ. ഇതാ ഞാൻ അതൊന്നുകൂടെ വായിക്കാം. കാതിമന്ത്രങ്ങൾ 5 പൊന്നിറമുള്ളതാകും, ഹകാരത്തോടുള്ള ഒരു 6 ചെമ്പിൻ നിറത്തോടൊക്കും, സകാരത്തോടുള്ള വെണ്ണിറം, അത് വെണ്മയാണ്, ചന്ദ്രധൗളിമയാർന്ന വെണ്മയാണത്. അകാരത്തോട് ഈ 3 തൻ കാമ്യമുക്തിയെ തരും. ഇത് കാമ്യമുക്തിയെ തരുന്ന ബീജമന്ത്രങ്ങളാണ്. ഇവയുടെ കൂടെ ഒരു ബീജമന്ത്രവും ബീജമന്ത്രാക്ഷരവും ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് ചൊല്ലേണ്ടതാണ്. അങ്ങനെ 15 + 1 16 എന്നുള്ള അക്ഷരസംഖ്യ നമുക്കിവിടെ കിട്ടുന്നു. 16ാമത്തെ അക്ഷരം ഗുരുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ഇതോടൊപ്പം തന്നെ പഠിക്കപ്പെടേണ്ടതാണ്. പിന്നെ ശ്രീവിദ്യാമന്ത്രത്തിന് ഒരുപാട് മന്ത്രഭേദങ്ങൾ പല കാലത്ത് പല സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാതിയെ പഞ്ചദക്ഷാക്ഷരി മാത്രം ജപിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. പിന്നെ ഹാദിയായ മറ്റൊരു പഞ്ചദശാക്ഷരി ഉണ്ട്, അതിന് ഹാദി വിദ്യ എന്നാണ് പറയുക. കാമരാജകൂടം, ഹാദിവിദ്യ, അതിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത് അഗസ്ത്യമുനിയുടെ ധർമ്മപത്നിയായ ലോപാമുദ്രയാണ്. ലോപാമുദ്ര വിദ്യ എന്നും ഇത് പറയപ്പെടുന്നുണ്ട്. പിന്നെ കാതിവിദ്യയുടെ ദേവത കാമേശ്വരിയായ ത്രിപുരസുന്ദരിയാണ്. പിന്നെ പുണ്യാനന്ദകൃതമായ കാമകലാവിലാസത്തിലെ പ്രതിപാദ്യമന്ത്രം ഹാദിവിദ്യയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമ്പ്രദായ ഭേദങ്ങൾ ശ്രീവിദ്യയിൽ നമുക്ക് കാണാൻ കഴിയും. ശ്രീവിദ്യ തന്നെ കേരളത്തിലെ എഴുത്തച്ഛൻ മുതൽ പലരും ആരാധിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി, ഇവരൊക്കെ ശ്രീവിദ്യോപാസകന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അടുത്ത ആധുനിക കാലഘട്ടത്തിലും ഒരുപാട് ശ്രീവിദ്യോപാസകന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ്. വളരെ പ്രാചീനമായ പല തലങ്ങളെയും പല സമ്പ്രദായങ്ങളെയും അവർ ഇപ്പോഴും പിന്തുടരുന്നുമുണ്ട്. അതുപോലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ മഹാമേരു ചക്രത്തെക്കുറിച്ചിട്ടും ഉള്ള ഒരുപാട് പഠനങ്ങൾ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. രസകരമായ സംഭവം, ഈ പഠനങ്ങളെക്കുറിച്ചൊക്കെ ആധുനിക നിരൂപകന്മാർ പോലും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് ഒരു കഥ ഞാൻ വായിച്ചിരുന്നു. അത് കാക്കനാടൻ എഴുതിയ കഥയാണ്. കാക്കനാടെന്ന് വെച്ചാൽ പുരോഗമന
അത്യാധുനിക സാഹിത്യകാരനാണ്. അദ്ദേഹം എഴുതിയ ഒരു കഥയുടെ പേര് ശ്രീചക്രം എന്നാണ്. ശ്രീചക്രം എന്നാണ്. ശ്രീചക്രത്തിൻ്റെ മൂലാധാരത്തിൽ മൂവര ചുറ്റി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ കാക്കനാടനെ പോലെയുള്ള ഒരാൾ ശ്രീചക്ര രഹസ്യം തേടി കഥാലോകത്ത് പ്രവേശിച്ച കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഇത് കാക്കനാടൻ്റെ കാര്യം മാത്രമല്ല, മറ്റ് പല വളരെ ആധുനികരെന്ന് പറയുന്ന പലരും ശ്രീവിദ്യോപാസന നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അറിവുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രീവിദ്യോപാസനയുടെ പ്രത്യേകതകളാണ്. നമുക്ക് ആ മന്ത്രം ഒന്നുകൂടി കാണാം. കാതിമന്ത്രങ്ങളഞ്ചും പൊന്നിറമുള്ളതാകും, ഹകാരത്തോടുള്ളൊരാറും ചെമ്പിൻ നിറത്തോടൊക്കും, സകാരത്തോടുള്ള 4 വെണ്ണിറമുള്ളതാകും, ഹകാരത്തോടുകൂടി 3 തൻ കാമുക്തിയെ തരും. ഇതാണ് ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. നമുക്ക് ഇനി അടുത്ത ദിവസം എടുക്കാം. ഒന്നുകൂടി പറയട്ടെ, ശ്രീവിദ്യോപാസന ഗുരുമുഖത്ത് നിന്ന് ശീലിച്ച ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പരിമിതിയുണ്ട്. പിന്നെ മാധവജിയുടെ അനുഗ്രഹത്താൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇതിൽ താല്പര്യമുള്ളവർ ഇത് ഗുരു ഉപദേശമനുസരിച്ച് തന്നെ പഠിക്കേണ്ടതാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.